പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ പരമകാരുണ്യവാനായ ഈശോയെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന്, കരുതലിന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ പുണ്യനിമിഷത്തിൽ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എൻ്റെ ഈശോയെ, സമാധാനത്തിൻ്റെ വഴികളിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തുന്നവനായ ഈശോയെ, പ്രത്യേകിച്ച് ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന യുദ്ധത്തിൻ്റെ ഭീതികൾ, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധഭീതി നിലനിൽക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ഈശോയെ, നിൻ്റെ സമാധാനവും നിൻ്റെ പ്രത്യേകമായ കരുതലും എല്ലാ മക്കളുടെ മേലും, എല്ലാ രാഷ്ട്രതലവന്മാരുടെ മേലും, അവരുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും ഈശോയെ നിൻ്റെ സമാധാനത്തിൻ്റെ കൃപകൾ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ സമാധാനം വളരട്ടെ. ഈ ഭൂമിയിൽ സമാധാനത്തിൻ്റെ വക്താക്കൾ, രാഷ്ട്ര നേതാക്കന്മാർ ഉണ്ടാവട്ടെ. എല്ലാ ആയുധങ്ങളും നിശ്ചലമാകട്ടെ. സ്നേഹത്തിൻ്റെ വലിയ സാക്ഷ്യമായിട്ട് ലോക നേതാക്കൾ മാറുന്നതിന് കാരണമായി തീരട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 27 വാക്യം, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാനത് നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ഭയപ്പെടുകയും വേണ്ട. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ലോകത്തിൻ്റെതായ ക്രമങ്ങളും ചട്ടങ്ങളും മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോഴും തമ്പുരാൻ നമ്മോട് എപ്പോഴും പറഞ്ഞിരിക്കുന്ന ഒരു ചിന്തയാണ് നമ്മുടെ ധ്യാന വിഷയമാക്കുക. തമ്പുരാൻ നൽകിയിരിക്കുന്ന വചനഭാഗം സമാധാനം നമുക്ക് നൽകിയിട്ട് പോകുന്ന നൽകിയ തമ്പുരാനെക്കുറിച്ച്, ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് നൽകിയതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്ന തമ്പുരാനെക്കുറിച്ചുമാണ് നമ്മളിന്ന് ആരാധിക്കുക. ലോകത്തെ കീഴടക്കിയ ദൈവം എന്ന വചനത്തിൽ നാം കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം കഷ്ടപ്പാടുകൾ ഇല്ല എന്നല്ല ഈശോ പറയുന്നത്, മറിച്ച് കഷ്ടപ്പാടുകൾക്കിടയിലും തളരാത്ത ഒരു സമാധാനം അവിടെ നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈശോനാഥൻ തന്നെയാണ്. അവിടുന്ന് മനുഷ്യകുലത്തെ രക്ഷിച്ചത് പാടുപീടുകൾ സഹിച്ചാണ്, കഷ്ടപ്പെട്ടാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെയേറെ കഷ്ടതകൾ സഹിച്ചാണ് മനുഷ്യകുലത്തിനു വേണ്ടിയുള്ള രക്ഷാകര പദ്ധതി അവിടുന്ന് പൂർത്തിയാക്കിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെയും കഷ്ടപ്പാടുകളെന്ന് പറയുന്നത്
വലിയൊരു അനുഗ്രഹത്തിൻ്റെ ആരംഭം മാത്രമായിട്ട് നമ്മളതിനെ കാണുക. അത് സന്തോഷത്തോടെ നമ്മുടെ കഷ്ടപ്പാടുകൾ, അനുദിന ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ നമ്മൾ ഈശോയോടൊപ്പം വഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഈശോ ഏറ്റവും വലിയൊരു മാതൃക നൽകിയത്. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ചിന്ത ഇതാണ്: ലോകത്തിലെ കഷ്ടപ്പാടുകൾ നമ്മെ ഉദ്ധാന അനുഭവത്തിലേക്ക് നയിക്കുന്നതാണ്. നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്, ആ മേഖലയിലെല്ലാം വലിയ കൃപയുടെ ഉദ്ധാന അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഈശോ നമ്മെ പഠിപ്പിക്കുക. കാരണം തമ്പുരാൻ തൻ്റെ ജീവിതത്തിൽ പാടുപീടുകൾ സഹിച്ച് നമുക്ക് ഉദ്ധാനത്തിൻ്റെ അനുഭവം നൽകിയെങ്കിൽ, രക്ഷയുടെ അനുഭവം നൽകിയെങ്കിൽ, ഈശോയോട് കൂടി നമ്മളും യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകൾ അത് ഉദ്ധാന അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മെ നയിക്കും. ഇന്ന് വേദനയുടെ ആയിരുന്ന എല്ലാ കാര്യങ്ങളും നാളെ സന്തോഷത്തിൻ്റെ കാര്യങ്ങളായിട്ട് മാറുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്, ഭയപ്പെടേണ്ട ആവശ്യമില്ല, ഹൃദയം അസ്വസ്ഥമാകണ്ട എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ന് യുദ്ധഭീതികൾ കേൾക്കുമ്പോൾ ഓരോ കുടുംബത്തെയും പോറ്റാൻ വേണ്ടി വിദേശങ്ങളിലായിരിക്കുന്ന ധാരാളം മക്കളുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളും മക്കളും ഒക്കെ ഈ നാട്ടിലൊരു പക്ഷേ ഉണ്ടാവും, ബന്ധുമിത്രാദികൾ. അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നല്ല ഭാരമാവാം, സങ്കടങ്ങളാവാം, വേദനകളാവാം, അസ്വസ്ഥതകളാവാം. ഇവിടെയാണ് തമ്പുരാൻ നമ്മളോട് പറയുന്നത്, അസ്വസ്ഥപ്പെടേണ്ട ആവശ്യമില്ല, എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കുന്ന നല്ല തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. ഭയം വേണ്ട എന്ന് തന്നെയുള്ളതാണ്. നന്ദിയോടുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതുപോലെ തന്നെ മൂന്നാമത്തെ വലിയൊരു ധ്യാന വിഷയമായിട്ട് വചനത്തിലൂടെ നാം കാണുന്നത്, ഒരു പുതിയ പ്രകാശം അവിടെ നമുക്ക് നൽകുകയാണ് ചെയ്തത്. ലോകത്തിൻ്റെതായ ശൈലിയിൽ നിന്നും മാറി ഒരു പുതിയ പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് അവിടെ നൽകുന്നുണ്ട്. അതായത് ഇരുളടഞ്ഞ വഴികളിലൂടെയാണ് ഞാൻ പോകുന്നതെങ്കിലും ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ ഒരു ജീവിതം കൊണ്ട് കാണിച്ചു തന്നവനാണ് ക്രിസ്തു. കാരണം മരണത്തിനപ്പുറം ഉയർപ്പ് ഉണ്ട് എന്ന് കാണിച്ചു വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മുടെ സങ്കടത്തിനപ്പുറം വലിയൊരു സന്തോഷമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം. അതാണ് നമ്മുടെ പുതിയ പ്രകാശം. അത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ വിശ്വാസം കൊണ്ട് നമ്മൾ വളർത്തിയെടുക്കേണ്ട ആ ഒരു ദീപമാണ്. ഒരു ചെറിയ ദീപമായിക്കൊള്ളട്ടെ, പക്ഷെ അത് ഈശോ ദിവികാരുണ്യത്തിന് മുമ്പിൽ, ഈ ആരാധന മുമ്പിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ അത് വലിയ പ്രകാശമായ, വലിയ കൃപയായ, വലിയ അനുഗ്രഹമായ നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്കും ഇറങ്ങി വരും. അപ്പം അതുകൊണ്ട് ആ ഒരു പുതിയ പ്രകാശത്തെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കണം. ഇന്നത്തെ ദുഃഖത്തിൻ്റെ അപ്പുറം നാളെ വലിയൊരു സന്തോഷമുണ്ട് എന്ന് നമുക്ക് കരുതാനായിട്ട് സാധിക്കണം. ഇന്ന് നമ്മൾ ഏതെല്ലാം മേഖലകളിൽ വേദനകൾ സഹിക്കുന്നുണ്ടോ, കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ടോ, അതിൻ്റെ അപ്പുറത്ത് സന്തോഷത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നാളുകളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം അതുകൊണ്ട് ഭയപ്പെടുകയല്ല വേണ്ടത് എന്ന് എപ്പോഴും തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പലപ്പോഴും ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ തമ്പുരാൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട എന്ന് പറഞ്ഞ ദീപികാരുടെ നാഥന് മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട മനോഹരമായ ഒരു ചിന്ത ഇതാണ്: നിരാശപ്പെടരുത്, ഒന്നിനെയും ഓർത്ത് നിരാശപ്പെടരുത്. പ്രത്യാശയില്ലാത്തവരാണ് നിരാശയിലേക്ക് കടന്നു പോവുക. നിൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ കല്ലും മുള്ളും വേദനകളും കുരിശുകളും സങ്കടങ്ങളുമൊക്കെയാണ് നിനക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ പോലും നിരാശപ്പെടരുത്. അതെല്ലാം ഈ ദീപികാരുടെ നാഥന് മുമ്പിൽ സമർപ്പിക്കണം. അതാണ് ചെയ്യേണ്ടത്. സമർപ്പിച്ചതിന് ശേഷം നന്ദി പറയുക. ഈശോയെ, നീ അത് സ്വീകരിച്ചതിന്, എനിക്ക് വേണ്ടി പാടുപീടുകൾ സഹിച്ച് എനിക്ക് രക്ഷാദായകമായ വലിയ സ്നേഹവും കൃപയും നൽകിയതുപോലെ ഇന്നത്തെ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന കഷ്ടപ്പാടുകൾ, വേദനകൾ എല്ലാം തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. തമ്പുരാൻ്റെ മുമ്പിൽ എത്തിയവരെല്ലാം സന്തോഷത്തോടെ കടന്നു പോയിട്ടുള്ളൂ. നമ്മളെല്ലാ ദിവസവും അനുദിനം ദീപികാരണത്തിന് മുമ്പിൽ എത്തുമ്പോഴും അനുഗ്രഹിക്കപ്പെട്ടിട്ടേ നമ്മൾ തിരിച്ചു പോകാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹ ദിനം എന്ന പേര് തന്നെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഈ ദീപികാരണത്തിന് മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടേ തിരികെ പോകാനായിട്ട് പാടുള്ളൂ. ഇതിൻ്റെ കണ്ണുനീര് കാണുന്നുണ്ട്. ഓരോ കണ്ണുനീർ തുള്ളിയും അവിടുന്ന് ശേഖരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് പുതുജീവൻ നൽകുന്നതാണ്.
അതുകൊണ്ട് നമ്മുടെ ആത്മാവിനോട് നമുക്ക് സ്നേഹപൂർവ്വം മന്ത്രിക്കാം. നിൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന തമ്പുരാൻ നിൻ്റെ മുമ്പിലുണ്ട്. അവിടെ നിൻ്റെ മുമ്പിലുണ്ട്. നിന്നെ സംരക്ഷിക്കാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് അസ്വസ്ഥമാകാതെ, ഭയപ്പെടാതെ ശാന്തമായിരിക്കുക. നിങ്ങളുടെ സമാധാനത്താൽ എൻ്റെ ഹൃദയത്തെ നിറയ്ക്കണമേ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കാനായിട്ട് സാധിക്കട്ടെ. ഈശോയുടെ വലിയ സ്നേഹം നമ്മിൽ വ്യക്തിപരമായി നിറയട്ടെ. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഈശോയുടെ സ്നേഹം ലോകം മുഴുവനിലും, പ്രത്യേകിച്ച് സമാധാനത്തിൻ്റെ ആ വലിയ അനുഗ്രഹങ്ങൾ എല്ലാ രാഷ്ട്ര നേതാക്കന്മാരിലേക്കും സമൃദ്ധമായി ചൊരിയട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. പ്രിയ സഹോദരങ്ങളെ, ഇന്നേ ദിവസം സാധിക്കുമെങ്കിൽ നമ്മുടെ എല്ലാ പ്രവൃത്തികളും ലോകത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി, യുദ്ധങ്ങൾ ഒഴിവാകുന്നതിന് വേണ്ടി നമുക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം. മറ്റു നിയോഗങ്ങളെല്ലാം നമുക്ക് ഇതിനോട് ചേർത്ത് വയ്ക്കാൻ ഈശോയെ. ലോകത്തിലെ ലോകരാഷ്ട്രം തമ്മിലുള്ള എല്ലാ അസ്വസ്ഥതകളും മാറ്റി മനുഷ്യജീവനും അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ ആയുധം എല്ലാവരും കയ്യിലെടുക്കുവാനും മറ്റുള്ള ആയുധങ്ങളെല്ലാം താഴ്വയ്ക്കുവാനും വേണ്ടി നമുക്ക് ദിവ്യനാഥ സന്നിധിയിൽ ആരാധനയോടുകൂടി നമുക്ക് കുറേ സമയമായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വിദേശങ്ങളിലായിരിക്കുന്നവരെല്ലാം നമുക്ക് ഈശോയുടെ ഹൃദയത്തിലേക്ക്, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് വലിയ സംരക്ഷണത്തിൻ്റെ കോട്ട അവർക്ക് നൽകണമേ എന്ന് പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും, പ്രത്യേകിച്ച് ഈ യുദ്ധഭീതിയുമായി നിൽക്കുന്ന എല്ലാ ലോകത്തിലേക്ക് മുഴുവനും ഈശോയുടെ സമാധാനദാതാവായ ഈശോയുടെ സമാധാനം കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കുകയും ചെയ്യാം. ഈശോയെ നന്ദി. ഇതിൻ്റെ സമാധാനം ഞങ്ങൾ നിറയ്ക്കുന്നതിനും ലോകത്തെ മുഴുവൻ നിറയ്ക്കുന്നതിനും ഈശോയെ നന്ദി. ഈശോയെ പ്രത്യേകിച്ച് ലോകരാഷ്ട്രങ്ങളുടെ മേലെ, ലോകരാഷ്ട്ര അധികാരികളുടെ മേലെ നിൻ്റെ സമാധാനത്തിൻ്റെ കൃപകൾ ചൊരിയുന്നതിന് ഈശോയെ നന്ദി, 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 നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും